ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പുതിയൊരു ചാപ്റ്ററാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ ബാങ്ക്സുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്കുകൾ ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ബാങ്കിങ് റെഗുലേഷൻ്റെ ആക്ട് അത് പുതിയതായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രം അപ്ലൈ ചെയ്യുന്ന ചില റൂൾസുകളും റെഗുലേഷൻസുകളും ഈ ആക്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ഇൻഫർമേഷൻസുകളാണ് നമുക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്ന ആക്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. ബാങ്കിങ് റെഗുലേഷൻ മാർച്ച് 16 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദിസ് ആക്ട് ആൻഡ് ദിസ് ആക്ട്സ് പ്രൊവിഷൻസ് വാസ് ഇംപ്ലിമെൻറ്റഡ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ബാങ്കിങ് ബിസിനസ്സുകൾ കൺട്രോൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ ബാങ്കിങ് ഏരിയാസുകളിൽ വന്നിട്ടുള്ള കമ്പനികൾ, ബാങ്കിങ് ഫേമുകൾ, അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടുകളാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറയുന്നത്. ഇനീഷ്യലി ദി ആക്ട് വാസ് ആപ്ലിക്കബിൾ ടു ബാങ്കിങ് കമ്പനീസ്, സോ ഇറ്റ് ഈസ് കോൾഡ് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949. ബാങ്കിങ് കമ്പനീസുകളെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യാനുള്ള റൂളുകളായിട്ട് ആദ്യം അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നാണ് പറയുന്നത്. ബാങ്കിങ് കമ്പനീസ് ആക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1949 തന്നെ ബാങ്കിങ് കമ്പനീസുകൾ ആയിട്ടാണ്. ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിക്കഴിഞ്ഞാലും ഇതിന് 55 സെക്ഷൻസുകളും 4 പാർട്ടുകളാണ് ഉള്ളത്. ഈ ആക്ടിന് പറയുന്നത് സെക്ഷൻസുകളായിട്ട് 55 സെക്ഷൻസുകളാണ്. ടോട്ടലി 4 പാർട്ടുകളാണ് ഇതിനുള്ളത്. പാർട്ട് 4 എന്നല്ല, 4 പാർട്സുകളായിട്ട് 55 സെക്ഷൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൊവിഷൻസുകളുള്ളതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. Thereafter, from March 1st, 1966, the act was made applicable to cooperative societies by incorporating a new section, section 56 and 1 part in the above act. നമ്മൾ ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിൽ പുതിയൊരു സെക്ഷനും പുതിയൊരു പാർട്ടും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും അപ്ലിക്കബിൾ ആകുന്ന റൂൾസുകൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് എന്താണ്, മാർച്ച് 1 1966 മാർച്ച് 1 1966 പുതിയൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 56 ആണ്. അതിൽ പാർട്ട് 5 എന്ന് പറയുന്ന പാർട്ടിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും അപ്ലൈ ചെയ്യാവുന്ന ചില റൂൾസുകളും റെഗുലേഷൻസുകളും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ആക്റ്റായി മാറി. അതിനെ പാർട്ട് 5 പറയുന്നത് ബാങ്കിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ പാർട്ട് 5 എന്തു ഇൻക്ലൂഡ് ചെയ്തു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ആ സൊസൈറ്റികളെയും കൂടെ ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയാസുകളിൽ ബാങ്കിങ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള റൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. And the name of the act was changed to Banking Regulation Act 1949. Then the part 5 is known as Banking Regulation Act 1965. ഈ പാർട്ട് 5 മാത്രം പറയുന്നതാണ് എന്തെന്ന്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1965. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് വന്ന പാർട്ടായതുകൊണ്ട് അതിനെ പാർട്ടിൻ്റെ എന്ന് പറയും, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1965 എന്ന് പറയും. ഇനി ഇതിൽ നമുക്ക് ഈ പാർട്ട് 5 അതുപോലെ തന്നെ സെക്ഷൻ 56 ഒരുപാട് മോഡിഫിക്കേഷൻസുകൾ വരുത്തിയിട്ടുണ്ട്. ആ മോഡിഫിക്കേഷൻസുകൾ അനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അണ്ടറിൽ വരുന്ന ബാങ്കിങ് ഓർഗനൈസേഷൻ, ബാങ്കിങ് ബിസിനസ്സുകൾ റൺ ചെയ്യുന്നത്. That is the section of the original act which are relevant to cooperative societies are replaced with the changes under section 56 in part 5 of the act in order to make
these applicable to cooperative societies with modification. മോഡിഫിക്കേഷൻസുകൾ വരുത്തിയിട്ടുള്ളത് ഈ പാർട്ട് 5 സെക്ഷൻ 56-ലാണ്. ആ റീപ്ലേസ്മെൻറ്റുകളും ചേഞ്ചസുകളും അതെല്ലാം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഈ ഒറിജിനൽ ആക്ടിൽ അപ്ലിക്കബിൾ ആണ്. മറ്റൊരു പോയിന്റ് പറയാനുള്ളത് സെക്ഷൻ 3, ഈ ഇതിൽ തന്നെ സെക്ഷൻ 3 എന്ന് പറയുന്ന ഒരു 3 ഉണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഈ സെക്ഷൻ 3 അനുസരിച്ച് കൊണ്ട് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ, അതുപോലെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ, അവർക്ക് ഈ പറയുന്ന റൂള് അപ്ലിക്കബിൾ അല്ല. ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 3 ഓഫ് ദി ഒറിജിനൽ ആക്ട്, the Banking Regulation Act is not applicable to primary credit society, primary agricultural credit societies and primary cooperative agricultural and rural development bank. രണ്ട് ആക്ടുകൾക്കും അപ്ലിക്കബിൾ അല്ലാത്തതാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. സോ the section 3 states that primary credit societies are exempted from the provisions of Banking Regulation Act 1949. നമുക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞപ്പോൾ ഏത് സെക്ഷൻ 3 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്കും പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനും അപ്ലിക്കബിൾ അല്ല എന്ന് പറയുമ്പോൾ ആ സെക്ഷനിൽ നിന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്, എക്സെംഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ബാങ്കിങ് ലോ അമെൻമെൻറ്റ് ആക്ട് 2002 ഹാസ് ടേക്കൺ അവേ ദിസ് പ്രിവിലേജ് ഓഫ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ഇഫക്റ്റ്. അതായത് ഈ സെക്ഷൻ 3 അപ്ലിക്കബിൾ അല്ല എന്ന് പറയുമ്പോൾ ഒരു അമെൻമെൻറ്റ് ആക്ട് വന്നിട്ടുണ്ട്, ബാങ്കിങ് ലോ അമെൻമെൻറ്റ് ആക്ട് 2012 ആണ്. ബാങ്കിങ് ലോ അമെൻമെൻറ്റ് ആക്ട് 2012 പ്രകാരം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകളെ ഈ സെക്ഷനിൽ നിന്നും അതിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന് എക്സംപ്റ്റ് ചെയ്തിട്ടെന്ന് പറയുന്ന റൂള് അന്ന് മുതൽ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കി തുടങ്ങി. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 56 ആൻഡ് പാർട്ട് 5 ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂള്. ആക്ച്വലി ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 55 പാർട്ട് 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. 1966 വന്നപ്പോഴാണ് എന്ത് വന്നത്, അതിലൊരു പാർട്ടും ഇൻക്ലൂഡ് ചെയ്തു, അതുപോലെ തന്നെ ഒരു സെക്ഷനും ഇൻക്ലൂഡ് ചെയ്തു. പക്ഷേ ഇതിൽ നിന്ന് സെക്ഷൻ 3 പ്രകാരം പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളെയും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേറെ അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂളുകളാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറയുന്ന റൂളുകളല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പാർട്ട് 5 വരെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ സെക്ഷൻസുകൾ 56 വരെ ഉണ്ട്. അപ്പോൾ ഓരോ പാർട്ടുകളായിട്ട് അതിൽ വരുന്ന സെക്ഷൻസുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുമാത്രമല്ല ഓരോ പാർട്ടുകളിൽ പറയുന്ന ഓരോ സെക്ഷനിലും കോട്ട് ചെയ്യുന്ന ചില പോയിൻറ്റ്സുകളിൽ എന്ത് വന്നിട്ടുണ്ട്, അമെൻമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആ ചേഞ്ചസുകളും നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ട് എത്രയുണ്ട്, 5 ആണ്. പാർട്ട് 5 ആണ്, സെക്ഷൻസുകൾ 56 ആണ്. ഫസ്റ്റ് പാർട്ട് പ്രിലിമിനറി എന്ന് പറയുന്ന പാർട്ട് 1-ലെ സെക്ഷൻ 1 ഡീൽസ് വിത്ത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് നമ്മൾ ഓരോ ആക്ട് പഠിക്കുമ്പോഴും അതിൻ്റെ സെക്ഷൻ 1-ൽ എന്തായിരിക്കും പറയുക, ഈ ആക്ടിൻ്റെ നെയിം എന്താണ്, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കബിൾ ടു ദ ബാങ്കിങ് ബിസിനസ് വിച്ച് ഈസ് റൺ ഇൻസൈഡ് ദ ഇന്ത്യ. ആൻഡ് കമൻസ്മെൻറ്റ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 16, 1949 മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നെക്സ്റ്റ്, അപ്ലിക്കേഷൻ ഓഫ് അതർ ലോസ് നോട്ട് ബാർഡ്. അതായത് നമുക്ക് ബാങ്കിങ് ബിസിനസ്സുകൾ, ബാങ്കിങ് കമ്പനീസുകൾ, ബാങ്കിങ് ഫേമുകൾ, ബാങ്ക്സുകൾ, ഇതിന് മാത്രമേ എന്ത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ, ഈ പറയുന്ന റൂള് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അനദർ ആക്ട് ടു അപ്ലൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ സർട്ടൈൻ കേസസ്. ചില കേസുകളിൽ മാത്രം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മറ്റൊരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേറൊരു ലെവലിലുള്ള റൂൾസുകളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്,
ഇവർക്കൊന്നും ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ല ബാധകം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സൊസൈറ്റീസുകൾ രൂപീകരിക്കുമ്പോൾ അതും ഈ പറയുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെയാണ് അവരുടെയും ആ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും മെയിൻ ഒബ്ജക്റ്റ്. പക്ഷേ ബാങ്കിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കൂടെയും ഈ സൊസൈറ്റികൾക്കൊന്നും ഈ റൂൾ എന്തല്ല, ബാധകമല്ല. അപ്പോൾ അവർക്ക് വേണ്ടി ആക്ട് ടു അപ്ലൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ സെർട്ടൈൻ കേസ്, ഈ സെക്ഷൻ 3-ൽ മറ്റ് സൊസൈറ്റികൾക്ക്, ദാറ്റ് ഈസ് പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ പോലുള്ള സൊസൈറ്റികൾക്ക് മറ്റൊരു റൂളുകളാണ് അപ്ലിക്കബിൾ. അനദർ വൺ, പവർ ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഓഫ് ദി ആക്ട് എന്ന് മുതലാണ് ഇതിൻ്റെ ആക്റ്റിൽ പറയുന്ന റൂൾസുകൾക്കൊക്കെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണ് നിർത്തലാക്കിയിട്ടുള്ളത് എന്ന് പറയുന്ന റൂള്. അനദർ നെക്സ്റ്റ് വൺ 5 ഇൻ്റർപ്രിട്ടേഷൻ. 5A ആക്ട് ടു ഓവർറൈഡ് മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് എക്സെട്ര. ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതിൽ കമ്പനികളുടെ അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ്സുകളുടെ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ആ സൊസൈറ്റീസുകൾ എന്തിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ബാങ്കിങ് ഫേം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസുകളാണ് സെക്ഷൻ 5-ൽ പറയുന്നത്. ഇത്ര നമുക്ക് പാർട്ട് 1-ൽ പറയാണ്ട് പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളാണ് ആക്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, extent and commencement. Number 2, application of other law not barred. Number 3, act to apply cooperative societies in certain case. Fourth one, power to suspend operation of the act. Number 5, interpretation and act to override memorandum articles etc. പാർട്ട് 2 ആണ് അനദർ ഇതായിട്ട് പറയുന്നത് ആക്ടിൻ്റെ ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനീസുകളുടെ ബിസിനസ്സുകൾ റൺ ചെയ്യുന്നതിൻ്റെ കുറിച്ചുള്ള ലോസുകൾ ആണ് പാർട്ട് 2-ൽ പറയുന്നത്. അപ്പോൾ 6 ആണ്, സെക്ഷൻ 6 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോംസ് ഓഫ് ബിസിനസ് ഇൻ വിച്ച് ബാങ്കിങ് കമ്പനി മേ എൻഗേജ്. നോ അതർ ബിസിനസ് ഈസ് റൺ ഇൻ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ബാങ്കിങ് കമ്പനികളല്ലാത്ത ബാങ്കിങ് ബിസിനസ്സുകളല്ലാത്ത ഒരു ബിസിനസ്സുകളും റൺ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ആ ഒരു റൂള് 6-ലാണ്. അടുത്ത യൂസ് ഓഫ് വേർഡ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനി. ഈ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി കഴിഞ്ഞാലും മീൻസ് ബാങ്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെന്നുണ്ടെങ്കിലോ ബാങ്കുകളാണെന്നുണ്ടെങ്കിലോ ഇതിലേതെങ്കിലും ഒരു വേർഡ് മാത്രം യൂസ് ചെയ്യണം. നമ്മുടെ പേരിനോട് കൂടെ ബാങ്കോ, ബാങ്കർ, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേർഡ് ഉപയോഗിക്കണം. ബാങ്കിങ് ബിസിനസ് അല്ലാത്ത ഒരു ഫേമുകളും ഈ പറയുന്ന വേർഡ് അവരുടെ പേരിനോട് കൂടെ ചേർക്കാനും പാടില്ല. അതാണ് 7th റൂളിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ്. ബാങ്കിങ് ബിസിനസ്സുകളിൽ എങ്ങനെയുള്ള ട്രേഡിംഗ്? ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി. അതർ ട്രേഡുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ലോ അനുസരിച്ചുകൊണ്ട് ഈ ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ട്രേഡുകൾ. മറ്റു ട്രേഡുകൾ പ്രൊഹിബിഷനാണ്. അനദർ വൺ, ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ്. നോൺ ബാങ്കിങ് അസറ്റ്സുകൾ അതായത് സൊസൈറ്റികളുടെ അസറ്റുകളല്ലാത്ത ഏതെങ്കിലും ഇപ്പോൾ ലേലത്തിലൊക്കെ പിടിച്ചെടുത്തുള്ള അസറ്റുകൾ ഉണ്ടാവും, അക്വയർ ചെയ്ത അസറ്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അത് 7 years എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാങ്കുകൾ ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്ന റൂള് ഇവിടെ പറയുന്നുണ്ട്, പാർട്ട് 2-ൽ പറയുന്നുണ്ട്. അനദർ പോയിൻ്റ് 10 ആണ്. 10-ൽ പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനേജിങ് ഏജൻറ്റ് ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ സെർട്ടൈൻ ഫോം ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഫേമിൻ്റെ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ലെവലല്ലാത്ത മറ്റേതെങ്കിലും എക്സിക്യൂഷൻ ലെവലിൽ ആരെ എംപ്ലോയ് ചെയ്യണം, അവരുടെ എങ്ങനെയാണ് എംപ്ലോയ് ചെയ്യേണ്ടത്, അത് മാനേജ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള റൂൾസുകൾ ഇതൊക്കെ ഇവിടെ പറയുന്നത്. ചില കേസുകളിൽ ചില പ്രൊഹിബിഷൻസുകളുണ്ട്. ആ ഒരു എംപ്ലോയബിലിറ്റിയുടെ പ്രൊഹിബിഷൻസുകളാണ് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു ഇൻക്ലൂഡ് പേഴ്സൺ വിത്ത് പ്രൊഫഷണൽ ഓർ അതർ എക്സ്പീരിയൻസസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് ഏരിയയിൽ, മാർക്കറ്റിംഗ്, റിസർച്ച്, ഫിനാൻസ് ഏരിയാസുകളിൽ എക്സ്പീരിയൻസ്ഡ് നോളജബിൾ ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തിരിക്കണം, എംപ്ലോയ് ചെയ്തിരിക്കണം.
നെക്സ്റ്റ് അത് എത്ര എണ്ണം ആവാം എന്ന് പറയുന്നതിന് പ്രൊഹിബിഷൻ ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള എണ്ണത്തിനനുസരിച്ച് കൊണ്ട് RBI ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് കൊണ്ടും എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്പർ ഓഫ് പേഴ്സൺസിനെ എംപ്ലോയ് ചെയ്യാം. ബാങ്കിങ് കമ്പനി ടു ബി മാനേജ്ഡ് ബൈ ഹോൾ ടൈം ചെയർമാൻ. ഹോൾ ടൈം ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യാം. അതായത് സാധാരണ ബാങ്കുകളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഹോൾ ടൈം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഹോൾ ടൈം ചെയർമാൻ, പാർട്ട് ടൈം ചെയർമാൻമാരായിട്ടൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോൾ ടൈം ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫുള്ളി ആ ഫേമിൻ്റെ സൂപ്പർവിഷൻ, ഫിനാൻഷ്യൽ കൺട്രോൾ അങ്ങനെയുള്ള ഫേമിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫങ്ഷൻസുകളെല്ലാം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും, ഈ പറയുന്ന ഹോൾ ഡയറക്ടർ ആയിരിക്കും. ഇനി ചെയർമാനെ പാർട്ട് ടൈമായിട്ടും എംപ്ലോയ് ചെയ്യാം. പക്ഷേ എംപ്ലോയ് ചെയ്യുന്ന ഈ ബോർഡിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടേം ഓഫ് ഓഫീസ് എന്തായിരിക്കും, 5 years ആയിരിക്കും. ഇനി 5 years കഴിഞ്ഞാലും അവരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീ അപ്പോയിൻമെൻറ്റ് ചെയ്യാം. Another point, power of Reserve Bank to appoint chairman of banking company. അപ്പോൾ ബാങ്കിങ് കമ്പനിയിൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ചെയർമാനായിട്ട് പാർട്ട് ടൈം ആയിട്ടുള്ള ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഫുൾ ടൈം ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനിൽ സ്റ്റാറ്റസിലേക്കാണ് വരിക. അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ സൊസൈറ്റിയുടെ ബാങ്ക് മാനേജ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റസാണ് അവർക്ക് കിട്ടുന്നത്. ഇനി ചെയർമാൻ ആൻഡ് സർട്ടൻ ഡയറക്ടേഴ്സ് നോട്ട് റിക്വയർഡ് ടു ഹോൾഡ് ക്വാളിഫിക്കേഷൻ ഷെയർ. ഇപ്പോൾ ഇതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ചെയർമാൻ, ഇപ്പോൾ ഹോൾ ടൈം ചെയർമാൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയർമാൻ, ഹോൾ ടൈം ഡയറക്ടർ ഓർ പാർട്ട് ടൈം ഡയറക്ടേഴ്സ്, അവർക്ക് ക്വാളിഫിക്കേഷൻ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് അതിനെക്കുറിച്ച് പറയുന്നില്ല, ആവശ്യമില്ല. പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 10A and 10B override all over other word law and contract. ഇതാണ് സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 11 റിക്വയർമെൻറ്റ് ആസ് ടു മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ടു സ്റ്റാർട്ട് അപ്പ് എ banking company or banking institution. Required amount of capital, minimum capital, paid up capital and reserve is specified in section 11. Section 12 deals with the regulation of paid up capital, subscribed capital, authorized capital and voting right of shareholders. We know that the share capital structure of a banking company, paid up capital, subscribed capital and authorized capital included in the capital structure. ഇതിലെ ഓരോ ക്യാപിറ്റലുകളും എത്ര എമൗണ്ട് വരെ ആവാം അതിൻ്റെ റെഗുലേഷൻസുകൾ പറയുന്നുണ്ട്. ദെൻ ഓൾസോ സ്പെസിഫൈസ് ദ സെക്ഷൻ 12 ദ വോട്ടിംഗ് റൈറ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് നമ്പർ ഓഫ് ഷെയർസിന് ഈക്വൽ ആയിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് ഈ പറയുന്ന സെക്ഷൻ 12 പറയുന്നുണ്ട്. അനദർ വൺ റെസ്ട്രിക്ഷൻ ഓൺ കമ്മീഷൻ, ബ്രോക്കറേജ്, ഡിസ്കൗണ്ട് എക്സെട്ര ഓൺ സെയിൽ ഓഫ് ഷെയർസ്. ഇപ്പോൾ ബാങ്കുകൾ സാധാരണയായിട്ട് മെർച്ചൻ്റ് ബാങ്കിങ് പോലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫേമുകൾ അല്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയർസുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബ്രോക്കറേജ്, കമ്മീഷൻ, ഡിസ്കൗണ്ടുകൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അതുപോലുള്ള റെസ്ട്രിക്ഷൻസുകൾ ലോ സ്പെസിഫൈ ചെയ്യുന്നു. 14th prohibition of charge of unpaid capital, then prohibition of floating charge on asset. ഇപ്പോൾ അൺപെയ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോർഫീച്ചറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം, ഫോർഫീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ റെസ്ട്രിക്ഷൻസുകളാണ് അവിടെ പറയുന്നത്. അനദർ വൺ റെസ്ട്രിക്ഷൻ ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് മറ്റേത് കമ്പനികളെ പോലെയും ലൈക്ക് ദി ബാങ്കിങ് കമ്പനി ക്യാൻ ഓൾസോ പ്രൊവൈഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഫേമിന് പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ആ പേയ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കണമെന്നുള്ളതിനുള്ള ചില റെസ്ട്രിക്ഷൻസുകളുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്ത് ആ സൊസൈറ്റിയുടെ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ എന്ത് കൊടുക്കാനായിട്ട് പാടില്ല, ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് ദ ഇപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ ആ പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യരുത്, ഡിവിഡൻഡ് കൊടുക്കരുത്. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് കോമൺ ഡയറക്ടേഴ്സ് ആരാണ് എന്ന് പറയുന്നതിനുള്ളത് റിസർവ് ഫണ്ട്, ക്യാഷ് റിസർവ്,
റിസർവ് ഫണ്ടൊക്കെ പറയുമ്പോൾ എല്ലാ ഫേമുകളും എന്ത് ചെയ്യണം, ഫേമിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് റിസർവ് ഫണ്ടുകൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നും ഒരു സെർട്ടൈൻ പോർഷൻ റിസർവുകളായിട്ട് കീപ്പ് ചെയ്യണം. അപ്പം അതിനുള്ള റിസർവ്സുകൾ, ക്യാഷ് റിസർവുകളാവട്ടെ ക്യാപിറ്റൽ റിസർവുകളാവട്ടെ, ആ റിസർവ് ഫണ്ടുകളെ കുറിച്ചുള്ള സ്പെസിഫിക്കഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സുകളാണ് സെക്ഷൻ 17 and 18 പറയുന്നത്. 19th സ്പെസിഫൈസ് റെസ്ട്രിക്ഷൻ ഓൺ നേച്ചർ ഓഫ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഫേമിന് അതറായിട്ട് വരുന്ന കമ്പനികളെ ഹോൾഡ് ചെയ്യാം, അവരുടെ ഷെയർസുകൾ സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ആ സൊസൈറ്റികളെ അമാൽഗമേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ സബ്സിഡിയറി കമ്പനികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ എന്തെല്ലാം പ്രൊഹിബിഷൻസുകളുണ്ട് എന്നുള്ളതാണ് റൂൾ 19, റൂളല്ല സെക്ഷൻ 19 സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 20, റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതായത് ലോൺസുകളും പല ടൈപ്പുള്ള ലോൺസുകൾ, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് പറയുന്ന ഒരുപാട് ലോൺസുകളും അഡ്വാൻസുകളും ഷോർട്ട് ടേമായിട്ടും ലോങ് ടേമായിട്ടും മീഡിയം ടേമായിട്ടും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ ഒരു റെസ്ട്രിക്ഷൻസുകളുണ്ട് എങ്ങനെയുള്ള, കാരണം ബാഡ് ഡെപ്റ്റുകൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേമിൻ്റെ ലിക്വിഡിറ്റിയെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും, സോൾവൻസിയെയും അഫക്റ്റ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റിയെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫേമിൻ്റെ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രകാരം ഈ ലിക്വിഡിറ്റിയും സോൾവൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഒരു ഒപ്റ്റിമൽ ലെവലിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ലോൺസുകളും അഡ്വാൻസുകളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ റെസ്ട്രിക്ഷൻസുകൾ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഡീൽസ് ഇൻ സെക്ഷൻ 20, റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. Another included in section 20A, restriction on power to remit debts. ഡെപ്റ്റുകളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിനുള്ള റെസ്ട്രിക്ഷൻസുകളാണ് 20A സ്പെസിഫൈ ചെയ്യുന്നത്. Another one 21 ആണ്, പവർ ഓഫ് റിസർവ് ബാങ്ക് ടു കൺട്രോൾ അഡ്വാൻസസ് ബൈ ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനീസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അഡ്വാൻസുകൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ലോൺസുകളും അഡ്വാൻസുകളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള പർപ്പസുകൾക്കാണോ, മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഡിമാൻഡ് എത്രയാണ്, ആളുകളുടെ റീപേയ്മെൻറ്റ് എങ്ങനെയാണ്, ഫിനാൻഷ്യലായിട്ടുള്ള ഇക്കണോമിക് കണ്ടീഷൻസുകൾ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി ആണ് RBIയുടെ റൂൾസുകൾ അനുസരിച്ച് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ RBIയുടെ റൂൾസുകൾ അതിന് അവരുടെ പവർ ഉണ്ട് എന്ന് പറയുന്നതാണ് 21 പവർ ഓഫ് RBI ടു കൺട്രോൾ അഡ്വാൻസസ് ബൈ ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനീസുകൾക്ക് ലാഭം ഉണ്ടാവാൻ ഇഷ്ടമുള്ള രീതിയിൽ ലോൺസും അഡ്വാൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് അലൗഡ് അല്ല, RBIയുടെ റൂൾസുകളുണ്ട്. അടുത്ത 21A റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്കിങ് കമ്പനീസ് നോട്ട് ടു ബി സബ്ജക്ട് ടു സ്ക്രൂട്ടനി ബൈ കോർട്ട്സ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓരോ ടൈപ്പിലുള്ള ലോൺസും അഡ്വാൻസുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്കിങ് കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആവുന്നത് RBIയുടെ റൂൾ അനുസരിച്ച് കൊണ്ടാണ്. നോട്ട് ടു ബി സബ്ജക്റ്റ് ടു സ്ക്രൂട്ടനി ബൈ കോർട്ട്സ്. അനദർ വൺ ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനീസുകൾക്ക് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ് അല്ലേ. ലൈസൻസ് ഇല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ബാങ്കിങ് കമ്പനീസുകൾക്ക് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയില്ല, സ്റ്റാർട്ട് ചെയ്യാനും അലൗഡ് അല്ല. 23 റെസ്ട്രിക്ഷൻ ഓൺ ഓപ്പണിംഗ് ഓഫ് ന്യൂ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേസസ് ഓഫ് ബിസിനസ്. ഫേമിന് പുതിയ ബ്രാഞ്ചസുകൾ ഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ന്യൂ പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതിനുള്ള റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇഷ്ടമുള്ള പോലെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനല്ല, അതിനും റെസ്ട്രിക്ഷൻസുകളുണ്ട്. അനദർ വൺ മെയിൻ്റനൻസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ദി അസറ്റ്സ്. ഫേമിൻ്റെ അസറ്റ്സുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ലോൺസുകളും അഡ്വാൻസുകളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫേമിൻ്റെ ഡിപ്പോസിറ്റ്സുകൾ, ലോങ് ടേം ആയിട്ടുള്ള ഡിപ്പോസിറ്റുകൾ, ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിപ്പോസിറ്റ്സുകൾ, ക്യാഷ്, അതുപോലെ തന്നെ ഗോൾഡ്, ഇതുപോലുള്ള സെക്യൂരിറ്റീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെത്ര പെർസെൻറ്റേജ് വരെ ഹോൾഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള അഡ്വാൻസ് ലോൺസുകളോ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് പറയുന്നതാണ് മെയിൻ്റനൻസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് അസറ്റ്സിൽ. അസറ്റ്സ് ഇൻ ഇന്ത്യ
25 deals with the assets in India. Banking institution ആവുമ്പോൾ അവിടെ ഔട്ട്സൈഡ് ഇന്ത്യ ആവാം, ഇൻസൈഡ് ഇന്ത്യ ആവാം. അപ്പോൾ ഇൻസൈഡ് ഇന്ത്യയിൽ അപ്ലിക്കബിൾ നമ്മുടെ ബാങ്ക് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ അവിടെയുള്ള അസറ്റ്സുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റിട്ടേൺ ഓൺ അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വിതിൻ 13 days ഓഫ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിൽ അതിനെ കുറിച്ചുള്ള റിട്ടേൺസുകൾ RBIക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പോൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ് വന്നു കഴിഞ്ഞാൽ ആ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്ന റൂള് സെക്ഷൻ 26 പറയുന്നത്. സെക്ഷൻ 26A മറ്റൊരു റൂളും കൂടെ പറയുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ഓഫ് ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട്. അതായത് ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റൂൾസ്, എത്ര എമൗണ്ടാണ് ഈ ഫണ്ടിലേക്ക്, ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, റിസർവ് കീപ്പ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള റൂളാണ് ഇവിടെ പറയുന്നത്. Another one, 27, monthly returns and power to call for other returns and information. എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ഓരോ വീക്കിലി, മന്ത്ലി, അതുപോലെ തന്നെ ഇൻഫർമേഷൻസുകൾ, റിട്ടേൺസുകൾ സബ്മിറ്റ് ചെയ്യണം. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസുകൾ ഹെഡ് ഓഫീസുകളിൽ നിന്നോ RBIയോ ആക്ട് പ്രകാരമോ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിക്വയർഡ് ഇൻഫർമേഷൻസുകളും എന്ത് ചെയ്യണം, റിട്ടേൺസായിട്ട് സബ്മിറ്റ് ചെയ്യണം. അടുത്തത് പവർ ടു പബ്ലിഷ് ഇൻഫർമേഷൻസുകൾ പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ്. ദെൻ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്, എന്തൊക്കെ അക്കൗണ്ട്സുകൾ എന്തൊക്കെയാണ് അതിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു അസോസിയേറ്റ് എൻ്റർപ്രൈസ് ഓഫ് ദ ബാങ്കിങ് കമ്പനി. അപ്പോൾ അനദറായിട്ടുള്ള അസോസിയേറ്റ് കമ്പനി, സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഈ ബാങ്കുകൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള റൂൾസ് സെക്ഷൻ 29A പറയുന്നുണ്ട്. 29 അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റാണ്, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിനെ കുറിച്ചും. സബ്സിഡിയറി ആയിട്ടുള്ള അല്ലെങ്കിൽ അസോസിയേറ്റ് എൻ്റർപ്രൈസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് 29A പ്രൊവൈഡ് ചെയ്യുന്നത്. അനദർ വൺ ബാങ്കിങ് കമ്പനീസിൻ്റെ ഓഡിറ്റാണ്. ബാങ്കിങ് കമ്പനീസിൻ്റെ ഓഡിറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആണ്. എവറി ഇയറിൽ എല്ലാ ബാങ്കിങ് കമ്പനീസുകളും ഓഡിറ്റ് ചെയ്തിരിക്കണം. അനദർ വൺ പറയുന്നത് 31 ഓഡിറ്റ് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ആണ്. അപ്പോൾ റിട്ടേൺസ് എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺസുകൾ, ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ബേസിൽ ഇൻകം ടാക്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചാർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുന്ന റൂള്. അനദർ 32 റൂൾ, കോപ്പീസ് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് അക്കൗണ്ട്സ് ടു ബി സെൻഡ് ടു രജിസ്ട്രാർ. ബാലൻസ് ഷീറ്റിൻ്റെയും അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെയും കോപ്പീസുകൾ രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്തിരിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞതുകൊണ്ടാണ് അത് ആർക്ക് പറയുന്നത്, രജിസ്ട്രാർക്ക് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, മറ്റുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ കോപ്പീസുകൾ രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യണം. അനദർ 33 section deals with display of audited balance sheet by companies incorporated outside India. അതായത് സൊസൈറ്റിക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇതുപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫേമുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് അത് ഡിസ്പ്ലേ ചെയ്യുന്നതിനെ കുറിച്ച്. അതായത് ഇപ്പോൾ ഇവിടെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലും അവർക്ക് ബ്രാഞ്ചസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും അത് പ്രിപ്പയർ ചെയ്ത് ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് 33 ഡീൽ ചെയ്യുന്നത്. 34
deals with accounting provision of act, not retrospective, and production of document of confidential nature. ഡോക്യുമെൻസുകൾ ഏതൊക്കെ ഡോക്യുമെൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കോൺഫിഡൻഷ്യൽ നേച്ചറിൽ വെക്കുന്നതിനെ കുറിച്ച് അക്കൗണ്ടിങ് പ്രൊവിഷൻസുകൾ ഏതൊക്കെ പ്രൊവിഷൻസുകളാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ സെക്ഷൻ 34 ഡീൽസ്. 35 deals with inspection. Inspection 35A means power of Reserve Bank to give directions. അതായത് റിസർവ് ബാങ്കിന് ചില ഇൻസ്ട്രക്ഷൻസുകൾ നൽകാനും അതിനനുസരിച്ച് കൊണ്ട് ഫേമിനെ പ്രവർത്തിക്കാനും ആവശ്യമായിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ ഡയറക്ഷൻസുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ പവറാണ് 35A പറയുന്നത്. 35B deals with amendments of provision relating to appointment of managing directors, etc. to be subject to previous approval of RBI. ഇപ്പോൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള അമെൻമെൻറ്റുകൾ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിസൈഡ് ചെയ്യാം. പക്ഷേ അതിന് ഡിസൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ RBIയുടെ പ്രീവിയസ് ആയിട്ടുള്ള അപ്രൂവൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അപ്രൂവൽ വാങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള റൂൾസുകളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അമെൻമെൻറ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനിലോ മറ്റ് പ്രൊസീജിയറിലോ അമെൻമെൻറ്റ്സുകൾ വരുത്താനായിട്ട് ബോർഡ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പ്രീവിയസ് അപ്രൂവൽ RBIയിൽ നിന്ന് ലഭ്യമായിരിക്കണം. Section 35B deals with amendment of provision relating to appointment of managing directors to be subject to previous approval of RBI. 36 last one section in part 1 further powers and functions of RBI. RBIയുടെ ഫങ്ഷൻസുകളാണ്. അതായത് RBI ആണ് ടോപ്പ് ലെവൽ അപ്പക്സ് ലെവലിലുള്ള എല്ലാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫർദർ പവേഴ്സുകളാണ് പറയുന്നത്. Another 36A certain provision of the act not to apply certain banking companies. അതായത് ബാങ്കിങ് കമ്പനീസുകളിൽ സാധാരണ ബോർഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബോർഡുകൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരെ സൂപ്പർസീഡ് ചെയ്യാൻ സസ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെയുള്ള ബോർഡ് ജനറൽ ബോഡിക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ സാധിക്കില്ല. RBIയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ബാങ്കിങ് ബിസിനസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ ബോർഡ് എന്ത് ചെയ്യുകയാണ്, സൂപ്പർസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്രൂവൽ പ്രീവിയസ് അപ്രൂവൽ RBIയിൽ നിന്ന് അവൈലബിൾ ആയിരിക്കണം. ആ ഒരു റൂളാണ് 36A പറയുന്നത്. അപ്പോൾ പാർട്ട് 1 ആണ് നമ്മൾ ഈ പറയുന്ന റൂൾസുകൾ പ്രിലിമിനറി. പാർട്ട് 2 എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസുകളാണ്. അപ്പോൾ രണ്ട് റൂൾസുകളും സെക്ഷൻസുകളും കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും റൺ ചെയ്യുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു ഫേമിനെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസുകളും റെഗുലേഷൻസുകളാണ് ഈ സെക്ഷൻസുകളിൽ പറയുന്നത്. ഓക്കെ, അനദർ പാർട്ട് 2A ആണ് പറയുന്നത്. പാർട്ട് 2 Aയും Bയും Cയും പറയുന്നുണ്ട്. ആ Aയും Bയും Cയും കൺട്രോൾ ഓവർ മാനേജ്മെൻ്റ് ആണ്. പാർട്ട് 2A എന്ന് പറയുമ്പോൾ കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ്. അപ്പോൾ പാർട്ട് 2 തന്നെ പാർട്ട് 2 Aയും ഉണ്ട്, പാർട്ട് 2B ഉണ്ട്, പാർട്ട് 2C ഉണ്ട്. പാർട്ട് 2A പറയുന്നത് കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ്. പാർട്ട് 2B പറയുന്നത് ബാങ്കിങ് കമ്പനി പ്രൊഹിബിഷൻ ഓഫ് സർട്ടൻ ആക്ടിവിറ്റീസ് ഇൻ റിലേഷൻ ടു ബാങ്കിങ് കമ്പനീസ്. പാർട്ട് 2C ഡീൽസ് വിത്ത് അക്വിസിഷൻ ഓഫ് ദി അണ്ടർടേക്കിംഗ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. നോക്കാം, പാർട്ട് 2A കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ്. പാർട്ട് 2A പറയുന്നത് പാർട്ട് 2 ബാങ്കിങ് ബിസിനസ്സാണ്. പാർട്ട് 2A പറയുന്നത് കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ്. കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റിൽ പാർട്ട് സെക്ഷൻ 36AA
പവർ ഓഫ് RBI ടു റിമൂവ് മാനേജർ ആൻഡ് അതർ പേഴ്സൺസ് ഫ്രം ഓഫീസ്. ഇപ്പോൾ സൂപ്പർ സെഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ RBIയുടെ പ്രീവിയസ് അപ്രൂവൽ ഉണ്ടാവണമെന്നുള്ളത് 36A പറഞ്ഞു. 36AA RBI അതായത് മാനേജറൽ പേഴ്സൺസുകൾ, അതർ ഒഫീഷ്യൽ മെമ്പേഴ്സ്, ഇവരെന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാനുള്ള റൈറ്റും RBIക്ക് ഉണ്ട്. 36AB പവർ ഓഫ് RBI ടു അപ്പോയിൻറ്റ് അഡീഷണൽ ഡയറക്ടേഴ്സിൽ എക്സ്ട്രാ റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് RBIക്കാണ്. അടുത്തത് പാർട്ട് 2A ടു ഓവർ റൈഡ് അതർ ലോസ്. 36AC പറയുന്നത് പാർട്ട് 2A ടു ഓവർ റൈഡ് ദ ലോസ്. ഈ പറയുന്ന റൂൾസുകൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും 36AC പറയുന്നത്. ഇപ്പോൾ പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ഓവർ മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ മുകളിലുള്ള കൺട്രോളിൽ ആ മാനേജ്മെൻറ്റ് മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ, സൂപ്പർസീഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ഫുൾ അതോറിറ്റി RBIക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പാർട്ട് 2B ആണ്. പാർട്ട് 2Bയിൽ ബാങ്കിങ് കമ്പനിയാണ്. ബാങ്കിങ് കമ്പനിയിൽ തന്നെ പാർട്ട് 2B പാർട്ട് 2Bയിൽ ബാങ്കിങ് കമ്പനീസിൽ പ്രൊഹിബിഷൻ ഓഫ് സർട്ടൻ ആക്ടിവിറ്റീസ് ഇൻ റിലേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്. ദാറ്റ് ഈസ് 36AD deals with punishment for certain activities in relation to banking compensation in certain cases. പനിഷ്മെൻ്റ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ബാങ്കിങ് ബിസിനസ്സുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ ഒക്കെ നഷ്ടങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡായിട്ട് വരുന്ന പനിഷ്മെൻറ്റും അതിന് നൽകേണ്ടതായിട്ടുള്ള കോമ്പൻസേഷൻസുകളും ആണ് 36AD പറയുന്നത്. Prohibition of certain activities in relation to banking companies. Part 2C deals with the acquisition of undertaking of banking company. Part 2C ആണ് പറയുന്നത് acquisition. Part 2Cയിലെ 36 എന്ന് പറയുന്ന സെക്ഷൻ്റെ AE deals with power of central bank to acquire undertaking of banking companies in certain case. സെൻട്രൽ ഗവൺമെൻറ്റിന് ബാങ്കിങ് കമ്പനീസുകളെ അക്വയർ ചെയ്യാം. ഇൻ സെർട്ടൈൻ കേസുകളിൽ ചില സിറ്റുവേഷൻസുകളിൽ മാത്രം ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു അണ്ടർടേക്ക് ദ ബാങ്കിങ് ബിസിനസ്. നെക്സ്റ്റ് 36AF ഡീൽസ് വിത്ത് പവർ ഓഫ് സെൻട്രൽ ബാങ്ക് ടു മേക്ക് സ്കീംസ്. അതായത് ബാങ്കുകൾക്ക് ചില സിറ്റുവേഷൻസുകളിൽ സ്കീംസുകളൊക്കെ കൊണ്ടുവരാനാണ്, റിലീഫ് സ്കീംസുകളൊക്കെ വരികയാണെങ്കിൽ, കൺസെഷണൽ സ്കീംസുകളൊക്കെ കൊണ്ടുവരാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അതിലുള്ള പവറുണ്ട്. 36AG കോമ്പൻസേഷൻ ടു ലൈക്ക് ഗിവൺ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി അക്വയേർഡ് ബാങ്ക്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അക്വയർ ചെയ്തിട്ടുള്ള ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള പവർ. അടുത്തത് AH ഡീൽസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രൈബ്യൂണൽ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബാങ്കുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസ്പ്യൂട്ടുകൾ, ആർബിട്രേഷൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈബ്യൂണൽസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അനദർ 36AI ആണ് ട്രൈബ്യൂണൽ ടു ഹാവ് ദ പവർ ഓഫ് എ സിവിൽ കോർട്ട്. അതായത് ബാങ്കുമായിട്ടോ ഷെയർ ഹോൾഡേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സുമായിട്ടോ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുമായിട്ടൊക്കെ ഉള്ള ഡിസ്പ്യൂട്ട്സുകളാണെങ്കിൽ അപ്പോൾ ആർബിട്രേഷൻ കോർട്ടാണത് പരിഹരിക്കുന്നത്. അപ്പോൾ സിവിൽ കോർട്ടിന് ഈക്വലായിട്ടുള്ള റൈറ്റ് ഈ ആർബിട്രേഷൻ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് ഉണ്ടായിരിക്കും. അടുത്തത് 36AJ ഡീൽസ് വിത്ത് പ്രൊസീജിയർ ഓഫ് ദി ട്രൈബ്യൂണൽ. ട്രൈബ്യൂണലിന് അണ്ടറിൽ വന്നിട്ടുള്ള ഏതെങ്കിലും സ്യൂട്ട്സുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് എങ്ങനെയാണ് പരിഹരിക്കുക, അല്ലെങ്കിൽ അതിന് കേസ് കൊടുക്കാനുള്ള പ്രൊസീജിയർ, എന്തെല്ലാം കേസുകൾക്കാണ്, എന്തെല്ലാം കംപ്ലയിൻസുകൾക്കാണ് കേസ് ഫയൽ ചെയ്യാവുന്നത്, ആരെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊസീജിയേഴ്സാണ് ട്രൈബ്യൂണൽ പ്രൊസീജിയേഴ്സുകളാണ് പറയുന്നത്. ഇനി ട്രൈബ്യൂണൽ എടുക്കുന്ന ഡിസിഷൻസുകൾ എങ്ങനെ ആയിരിക്കണം, ട്രൈബ്യൂണൽസിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ബോഡി ആരായിരിക്കണം, അതിനുള്ള ഫുൾ ഇൻഫർമേഷൻസുകൾ 36AJ എന്ന് പറയുന്ന പ്രൊവിഷനിലുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ടോട്ടൽ 56 സെക്ഷൻസുകളാണ്. ടോട്ടൽ പാർട്ട് 5 പാർട്സുകളാണ്. അതിൽ പാർട്ട് 1ഉം 2
നമുക്ക് പറഞ്ഞു. പാർട്ട് 2-ൽ തന്നെ 2A 2B 2C എന്ന് പറയുന്ന പാർട്സുകളും സെക്ഷൻസുകളും പറയുന്നുണ്ട്. അതും കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ട് 3. ഓക്കെ, താങ്ക്സ്.